12 ദിവസം മാത്രം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ദേവിനട തുറക്കുന്നതിന് പിന്നിൽ പ്രസിദ്ധമായൊരു ഐതിഹ്യമുണ്ട്. ക്ഷേത്ര തിടപ്പള്ളിയിൽ വെച്ച് മഹാദേവനു വേണ്ടി ശ്രീ പാർവതി ദേവി നിവേദ്യം തയ്യാറാക്കുക പതിവുണ്ടായിരുന്നു. ഈ സമയത്ത് ആരും അവിടേക്ക് കടന്നു ചെല്ലരുതെന്നായിരുന്നു നിർദ്ദേശം. അങ്ങനെ തുടർച്ചയായി പോരവേ ഒരു ദിവസം ദേവി നിവേദ്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഊരാൾമക്കാരിൽ ഒരാൾ ജിജ്ഞാസയാൽ തിടപ്പള്ളിയിലെ രഹസ്യം അറിയുവാനായി അവിടേക്ക് എത്തി നോക്കി. പെട്ടെന്ന് സർവാഭരണ വിഭൂഷിതയായ ജഗദംബിയെ കണ്ട് അയാൾ ഭക്തിലഹരിയിൽ അമ്മേ ജഗദംബികെ എന്ന് അറിയാതെ വിളിച്ചുപോയി. എന്നാൽ തൻ്റെ വിലക്ക് ലംഘിച്ച് തിടപ്പള്ളിയിലേക്ക് എത്തി നോക്കിയതിന് ക്ഷുഭിതയായ ദേവി അവിടം വിട്ടു പോകുവാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ് അയാൾ ചെയ്തുപോയ തെറ്റിന് ദേവിയോട് ക്ഷമയാചന നടത്തുകയും അവിടം വിട്ടു പോകരുതെന്ന് കണ്ണീരോടെ അപേക്ഷിക്കുകയും ചെയ്തു. ആ ഭക്തന്റെ ക്ഷമാപണത്തിലും അപേക്ഷയിലും മനസ്സലിഞ്ഞ ദേവി ഇപ്രകാരം അരുൾ ചെയ്തു: ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം സർവാഭരണ വിഭൂഷിതയായ ദർശനം തരാം. ഈ 12 ദിവസങ്ങളിൽ എന്നെ വന്നു കാണുന്ന ഭക്തർക്ക് സർവൈശ്വര്യങ്ങളും ലഭിക്കും.